സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് സീൽ ചെയ്ത സ്ഥാപനത്തിൽ മോഷണം നടന്നു. കോഴിക്കോട് പാലാഴിയിലെ ഹൈലൈറ്റ് മാളിന് എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന കണ്ണൂർ അർബൻ നിധി കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ വർഷമാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് കെട്ടിടത്തിൽ പരിശോധന നടത്തി കേസെടുത്ത ശേഷം ജില്ലാ കളക്ടറുടെ കസ്റ്റഡിയിൽ കൈമാറിയത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഈ കെട്ടിടത്തിൽ പരിശോധന നടത്തി കേസെടുത്തത്. ഇതിനുശേഷം ജില്ലാ കളക്ടറുടെ കസ്റ്റഡിയിൽ കൈമാറുകയായിരുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ കെട്ടിടത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് കെട്ടിടത്തിന്റെ പൂട്ട് പൊളിച്ചു കിടക്കുന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിനുള്ളിലെ മുറിയിലുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ചെമ്പ് കമ്പികളും മോഷണം പോയതായി മനസ്സിലായി. ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായി കണക്കാക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കെട്ടിടത്തിനകത്തെ സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർക്കും കൈമാറിയത്. കൂടാതെ കെട്ടിടത്തിന്റെ താക്കോൽ പന്തീരാങ്കാവ് പോലീസിലും ക്രൈംബ്രാഞ്ച് സംഘം ഏൽപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂർ അർബൻ നിധി കെട്ടിടത്തിൽ മോഷണം നടന്നത്. അതേസമയം കെട്ടിടത്തിന്റെ താക്കോൽ പന്തീരാങ്കാവ് പോലീസിന് കൈമാറുമ്പോൾ കെട്ടിടം സീൽ ചെയ്തിരുന്നില്ല. ഇതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടാതെ കെട്ടിടത്തിന് കാവൽ ഏർപ്പെടുത്തുന്നതിന് പന്തീരാങ്കാവ് പോലീസിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇത്ര തിരക്കേറിയ ഭാഗത്ത് കളക്ടറുടെ കസ്റ്റഡിയിലുള്ള കെട്ടിടത്തിൽ മോഷണം നടന്നത് വലിയ സുരക്ഷാ വീഴ്ചയായും വിലയിരുത്തപ്പെട്ടേക്കും. ന്യൂസ് ബ്യൂറോ, പന്തീരാങ്കാവ്.